മതവികാരം വ്രണപ്പെടുന്നു എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഫാഷനായി മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിന് ചില വിഭാഗങ്ങളുടെ ഗൂഢാലോചന സിദ്ധാന്തത്തിന്റെ ഭാഗമാണ് എന്ന് കരുതേണ്ടി വരും. ജനഹൃദയങ്ങളിൽ വളരെ വേഗത്തിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള മാധ്യമം സിനിമ ആയതുകൊണ്ട് തന്നെ തിരശീലയിലെ മതവികാരങ്ങളും മതിൽക്കെട്ടുകളും സംരക്ഷിക്കപ്പെടേണ്ടത് നിക്ഷിപ്ത താൽപര്യക്കാരുടെ മുഖ്യ അജണ്ടയാണ്. ഒരു സിനിമ പുറത്തിറങ്ങിയാൽ അതിൽ ഏതെങ്കിലും വിധത്തിൽ മതം പരാമർശിക്കപ്പെടുന്നുണ്ടോ എന്ന് കാത്തിരിക്കുന്ന ജനവിഭാഗം ഇന്ത്യയിലുണ്ട് എന്നത് അപലപനീയമാണ്. വർഗീയതയുടെ ഇരുണ്ട കാലഘട്ടത്തിലൂടെ കടന്നുപോയ ഒരു ജനവിഭാഗമാണ് നമ്മളെന്നും ഇനിയും അതിൽ നിന്ന് കരകയറാൻ സാധിച്ചിട്ടില്ലെന്നും മനസ്സിലാക്കാതെ പോകുന്നിടത്താണ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങളും കലഹങ്ങളും വീണ്ടും ഉണ്ടാകുന്നത്. അതിതീവ്ര ഹിന്ദു വികാരത്തിന് ഇനിയും വിളനിലങ്ങൾ ബാക്കിയുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയ ജനരോക്ഷം ഇളക്കിവിടുന്നത്. ഏറ്റവും ഒടുവിൽ ഗുജറാത്ത് കോടതിയിൽ നിന്ന് ഇതിനൊരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. സാറ അലി ഖാനും സുശാന്ത് സിംഗ് രജപുത്തും പ്രധാന വേഷത്തിലെത്തുന്ന കേദാർനാഥിന്റെ പ്രദർശനം വിലക്കണമെന്ന ആവശ്യവുമായാണ് ഒരു വിഭാഗം കോടതിയെ സമീപിച്ചത്. ചിത്രം മതവികാരം വ്രണപ്പെടുത്തുന്നു എന്നതായിരുന്നു പ്രധാന ആരോപണം. ഹിന്ദു പെൺകുട്ടി മുസ്ലിം യുവാവുമായി പ്രണയത്തിലാകുന്നത് കണ്ടിരിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അത്രമേൽ വൈകാരികമാണ് ഇന്ത്യയിൽ മതം. പ്രണയത്തിന് മതവികാരങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നത് ആദ്യമായിട്ടല്ല. ജാതിയും ഉപജാതികളും ഇതിലെ മറ്റൊരു പ്രധാന ഘടകമാണ്. കേദാർനാഥിന്റെ കാര്യത്തിൽ ഹിന്ദുത്വത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ പഠിച്ചിട്ട് വരണമെന്നാണ് കോടതി ഹർജിക്കാരോട് ആവശ്യപ്പെട്ടത്. മറ്റു മതങ്ങളോടുള്ള സഹിഷ്ണുതയും ക്ഷമയും മനുഷ്യ പുരോഗതിയുമാണ് ഹിന്ദുത്വത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെന്നും വളരെ മനോഹരമായി പറഞ്ഞാണ് കോടതി പ്രശ്നം പരിഹരിച്ചത്. അതുമാത്രമല്ല, സിനിമ നിരോധിക്കുന്നത് അണിയറയിൽ പ്രവർത്തിച്ച ഒരു കൂട്ടം ആളുകളുടെ മൗലിക അവകാശങ്ങളെ നിഷേധിക്കുന്നതാണെന്നും അത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നുമാണ് കോടതി പറഞ്ഞത്. നിയമത്തിനനുസൃതമായി എന്തു തൊഴിൽ ചെയ്തും അന്തസ്സോടെ രാജ്യത്ത് ജീവിക്കാനുള്ള വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ കോടതിക്ക് ബാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കി സമയം നഷ്ടമാക്കിയതിന് 5000 രൂപ പിഴയും ഹർജിക്കാർ ഒടുക്കണമെന്ന് വിധി പ്രസ്താവിച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നിരന്തര ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള പലവിധ പ്രശ്നങ്ങൾ പൊങ്ങിവരുന്നത്. മഹാസിനിമയുടെ പോസ്റ്ററുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊരു വിവാദം. സന്യാസി വേഷത്തിൽ പുകവലിക്കുന്ന ഹൻസികയുടെ പോസ്റ്റർ ചെറുതായിട്ടല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അവസാനം സംവിധായകൻ ക്ഷമാപണവുമായി രംഗത്ത് വരികയായിരുന്നു. സിഖ് മതക്കാരുടെ വികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് ആരോപിച്ചാണ് ഷാരൂഖ് ചിത്രം സീറോയ്ക്കെതിരെ സിഖ് വംശജരും വലിയ പ്രതിരോധം തീർത്തത്. പുകവലി രംഗങ്ങൾ അടങ്ങുന്ന പോസ്റ്ററുകളിൽ നിയമപ്രകാരമുള്ള മുന്നറിയിപ്പില്ല എന്ന കാരണത്താൽ ആരോഗ്യ വകുപ്പ് വിജയ് ചിത്രം സർക്കാരിനെതിരെയും കേസെടുത്തതും അടുത്തു തന്നെയാണ്. സിനിമകളിൽ ജാഗ്രത കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കുക തന്നെ വേണം. അതിനുമപ്പുറം അകാരണമായി ഉണ്ടാകുന്ന മതവികാരങ്ങൾക്ക് തടയിടാൻ കഴിഞ്ഞില്ലെങ്കിൽ വരാനിരിക്കുന്നത് വലിയ അരാജകവാദവും കയ്യിലൊതുങ്ങാത്ത വർഗീയ പ്രശ്നങ്ങളുമായിരിക്കും എന്നതിൽ സംശയമില്ല.